നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും നിർണായകമായ നാവുമായ ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മദിനമാണിന്ന്. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ സ്മരണയ്ക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് കേവലം 3 വർഷം കൂടി മാത്രമേ ഡോക്ടർ പൽപ്പു ജീവിച്ചിരുന്നുള്ളൂ എന്ന ചരിത്രപരമായ ഒരു വസ്തുതയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയും സവിശേഷമായി കേരളത്തിലെ ജീവിച്ച ജാതി വ്യവസ്ഥയും സ്വന്തം അനുഭവങ്ങളുടെ ആഴത്തിൽ തൊട്ടറിഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. 1980-കൾക്ക് ശേഷം ഡോക്ടർ പൽപ്പു നമ്മുടെ സമൂഹത്തിൽ നടത്തിയ ഇടപെടലുകൾ കേവല ഭൗതികമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമായിരുന്നില്ല, അതിലുപരി അത് വൈജ്ഞാനികം ആയിരുന്നു. ഒരേ സമയം അറിവിനെയും ആൾബലത്തെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ പോരാട്ടമായിരുന്നു അത്. അടിസ്ഥാനപരമായി ഒരു സമൂഹത്തെ എങ്ങനെയാണ് അടിമുടി മാറ്റിയെടുക്കുവാൻ സാധിക്കുക എന്ന അന്വേഷണമാണ് ഡോക്ടർ പൽപ്പുവിനെ മറ്റ് നവോത്ഥാന നായകന്മാർക്കിടയിൽ സവിശേഷനാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 വലിയ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ജാതി വ്യവസ്ഥ ഒരു ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച താങ്ങാനാവാത്ത പീഡനാനുഭവങ്ങൾ. 2, എല്ലാ അറിവും കഴിവും ഉണ്ടായിട്ടും കീഴ്ജാതിക്കാരെന്ന മുദ്ര ചാർത്തപ്പെട്ടതുകൊണ്ട് മാത്രം സാമൂഹികമായ എല്ലാ അവസരങ്ങളും നിരന്തരം നിഷേധിക്കപ്പെടുന്ന ഭീകരമായ അവസ്ഥ. ഈ 2 പീഡനങ്ങളെ ഒരുമിച്ച് തോൽപ്പിച്ചുകൊണ്ട് മാത്രമേ അധസ്ഥിത ജനതയ്ക്ക് ഈ മണ്ണിൽ അന്തസ്സുള്ള പൗരന്മാരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആരുടെ ഔദാര്യമല്ല, മറിച്ച് പൊരുതി നേരേണ്ട ഒന്നാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ വളരെ സങ്കീർണമായിരുന്നു. ഒരു വശത്ത് രാജഭരണവും മറുവശത്ത് കൊളോണിയൽ അധീശിതവും ഈ 2 അധികാര കേന്ദ്രങ്ങളും നിലനിന്നിരുന്ന ജാതി മേധാവിത്വത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഈ പ്രതികൂല സാഹചര്യത്തെ മറികടന്നു വേണമായിരുന്നു അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്ക് പൊതു വ്യവഹാരങ്ങളിലേക്കും അധികാരത്തിൻ്റെ ഇടങ്ങളിലേക്കും കടന്നു വരുവാൻ. ഒരു ഡോക്ടർ എന്ന നിലയിൽ ആരോഗ്യരംഗത്തെ തൻ്റെ വൈദഗ്ധ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ വലിയ സാമൂഹ്യ ഡോക്ടറായി അദ്ദേഹം മാറി. ഒരു ജനതയുടെ സാമൂഹ്യ അനാരോഗ്യത്തിൻ്റെ മൂലകാരണം ജാതിയാണെന്നും അതിൻ്റെ ചികിത്സ വിദ്യാഭ്യാസവും സംഘടനാ ബോധവുമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഞാൻ ഡോക്ടർ പൽപ്പുവിനെ ഓർക്കുന്നത് വിദ്യാഭ്യാസ നിഷേധത്തിനെതിരായ ഏറ്റവും ശക്തമായ പോരാട്ടത്തിൻ്റെ പ്രതീകം എന്ന നിലയിലാണ്. ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഒരു വ്യക്തിയുടെ ഭാവിയെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ആകെ പുരോഗതിയെ റദ്ദ് ചെയ്യുന്നതെന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു. അദ്ദേഹം കൊടുത്തിയ ആ വൈജ്ഞാനിക ദീപശിഖയാണ് പിൽക്കാലത്ത് കേരളത്തിലെ പ്രകാശിപ്പിച്ചത്. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും സാമൂഹിക അവസരം എന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ സർക്കാരും നിലകൊള്ളുന്നത് ഡോക്ടർ പൽപ്പു സ്വപ്നം കണ്ട ആ പൂർണ്ണമായ സാമൂഹിക സമത്വത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ഞാൻ ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ഇവിടെ ചന്ദ്രബാബു പറഞ്ഞു, പാഠപുസ്തകത്തിൽ എനിക്ക് തോന്നുന്നത് പാഠപുസ്തകത്തിൽ 1-2 പാഠപുസ്തകത്തിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ ജീവചരിത്രം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഏതെല്ലാം പാഠപുസ്തകം എന്ന് പറയാൻ വേണ്ടി കഴിയുന്നില്ല. പൽപ്പുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാഠപുസ്തകം സാംസ്കാരിക രംഗത്തെ നവോത്ഥാന നായകന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇറക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ഒന്നുകൂടെ പരിശോധിച്ചിട്ട് ഞാൻ ചന്ദ്രബാബുവിനെ അറിയിക്കാം. ഏതെങ്കിലും കാര്യത്തിൽ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം കാണുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് ഞാൻ പറയുന്നു. അവാർഡ് ജേതാവിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് എനിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.